ഇവിടെയോട്ട് മാത്രമല്ലല്ലോ, സൗന്ദര്യം അല്ലടാ ഇന്നത്തെ കാലത്ത് നീ ഇവിടെ എല്ലാവരുടെയും ലക്ഷ്യം. ഒന്നുമില്ലടാ, ഞാനങ്ങനെ ഇവിടെ എന്തൊരു പരിപാടി വൈഫിനെ മിസ് ചെയ്യുന്നു, വൈഫിനെ നോക്കത്തക്ക രീതിയിൽ എനിക്കിപ്പോൾ സമയം കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പരിപാടി, അവരുടെ കൂടെ താല്പര്യം പറ്റുന്നൊരു പരിപാടി. പിന്നെ ഒരു സർവീസ് ബിസിനസ് ആകുമ്പോഴത്തേക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് പറ്റും. പ്രോഡക്ട്സിലൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വന്നത്? അതാ സംഭവിച്ച് പെട്ടെന്നാണ്, ഒന്നും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടല്ല, പലതും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ലൈഫ്. പെട്ടെന്ന് ഇങ്ങനെ പരിപാടി വന്നു, എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്യാൻ. ഇത് നേരത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് കൊടുക്കുന്നൊരു കാര്യം സംസാരിച്ചു. എൻ്റെ അടുത്ത് കുറച്ചാളുടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ശരി, ഇങ്ങനെയാണെങ്കിൽ മാനേജ് നമുക്ക് ചെയ്യാം. ചേച്ചിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ്റെ സമ്മാനം അല്ല, അങ്ങനൊന്നും ഇല്ലടാ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവിടെ രാവിലെ ഞാൻ ഒരു 10 മണി തൊട്ട് വൈകുന്നേരം 4 മണിയുടെ സമയം ഒരു വെറുതെ ഇരിക്കുകയല്ലേ, അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ വീട്ടിലേക്ക്. അങ്ങനെ പ്ലാൻ്റെ നമ്മൾ എന്ത് മസാജ് ഞങ്ങൾക്ക് വേണ്ടി അപ്പൂവിന് സ്പെഷ്യൽ മസാജ് അതിനൊക്കെ ഫേസ് മസാജ് പിടിക്കുക. ഇങ്ങനെ നമുക്കിത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? നോർമലി ഇപ്പോഴത്തെ എല്ലായിടത്തെയും ഒരു മീഡിയം ഒരു ലക്ഷറി ലെവലിൻ്റെ അതിനെക്കാട്ടി നമ്മളൊരു താഴത്തുള്ള റേറ്റ് വിളിക്കാം. ഞാനിപ്പം അഭിഷേക്, വിഷ്ണു ഇവർ രണ്ടുപേരും എനിക്ക് അനിയന്മാരാണ്. അനിയൻ ഇതിന് വരുന്നുണ്ട്. അവൻ ബാംഗ്ലൂരിൽ നിന്നാണ് നൈറ്റ് തിരിച്ചു, അവൻ കൊച്ചിയിൽ എത്തിയപ്പോൾ എത്തും. സെറീന ലക്ഷ്മി അവർ തമ്മിലൊരു സഹോദരി നിന്നാണ്. അപ്പോൾ അവർ അങ്ങനെ, അതായത് എനിക്ക് ഫാമിലി. പിന്നെ ശുചിച്ചേട്ടൻ ഷൂട്ടിലായതുകൊണ്ട് വന്നില്ല. ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. പിന്നീട് എൻ്റെ കോട്ടാത്രയും എൻ്റെ അവരായിട്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. പിന്നെ ഹരി, പ്രവീൺ, പിന്നെ ഹരീഷ് ഷിപ്പിലാണ്, ആഫ്രിക്കയിലൂടെ. ബാക്കി അങ്ങനെ ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ള വളരെ കുറച്ച് പേരെ അച്ഛനമ്മ, അമ്മായിമ്മ, വയസ്സ്, ഇത്രയും പേരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ ആരെ അറിയിച്ചിട്ട് കൂടിയില്ല. ബിഗ് ബോസിനെ പോലും പലയിടത്തും ഞാൻ വെറുതെ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടിട്ട് പ്രാർത്ഥിക്കണം, അനുഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രം പേഴ്സണലി അറിയിക്കുകയാണ്. അല്ലാണ്ട് അങ്ങനെ ഒരു ഷോ കാണിച്ചിട്ട് വലിയ കണ്ടന്റ് പുറത്തു കൊണ്ടുവന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ പലയിടത്തും നിങ്ങളും കാണാം. പല കല്യാണങ്ങൾക്കും പല കാര്യങ്ങൾക്കും പല സ്ഥലങ്ങൾക്കും ഞാനും പോയി അധികം അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ.